അമ്മ മരിച്ചു കിടക്കുന്ന ഒരു രൂപം അവിടെ 10,000 മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ നടുക്ക് അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കണ ഭയങ്കരമായ ദിവ്യരൂപമാണത്. നമ്മൾ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ നമ്മൾ ഉടലോടെ എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുമൊക്കെ ഞാൻ ഈജിപ്തിലോട്ട് പോയി. രാത്രിയായപ്പോൾ ഒരു 3 മണി, ഞാനൊരു കെയ്റോ ഹോട്ടലിൽ ഉറങ്ങുകയാണ്. 3 മണിയായപ്പോൾ ഈ അമ്മ തന്നെ ഒരു 3-4 പേരുടെ അകമ്പടി കൂടി രാജകീയമായിട്ട് ഇങ്ങോട്ട് വരണ കാണാം. വന്ന വരവേ അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇതില്ല 3 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 5 മണി പരുവാണ്. പരവരാ വെളുപ്പം എന്ന് നമ്മൾ പറയണ പോലെ ഒരു ടൈമാണ്. കാണാം, നമുക്ക് ആളെ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ രാജകീയമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആത്മാവ് പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ വായിൽ അമ്മ വിരലുകൾ താഴ്ത്തുവെന്ന്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അമ്മ വിരൽ താത്തണമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് അറിവ് തരുന്നുണ്ട്, ഇപ്പോൾ അമ്മയുടെ 4 വിരലുകൾ നിൻ്റെ വായിൽ താഴ്ത്തും. അതുപോലെ തന്നെ അമ്മ 4 വിരൽ കൊണ്ടുവന്നിൻ്റെ വായിൽ താഴ്ത്തുകയും ഞാനിങ്ങനെ കയറി പിടിക്കുകയും ചെയ്യും. നല്ല പഞ്ഞിപ്പോട് കൂടിയുള്ള ഒരു ചെറിയ ഒരു കുളിർമയാണുള്ളത്. അപ്പോഴേ അമ്മയുടെ മുഖത്തോട് ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നേക്ക് മനസ്സിലാക്കേണ്ടത് 2 മനുഷ്യർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അത്രയും ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഈ കിടക്കുന്ന മനുഷ്യരെ നോക്കുമ്പോൾ ആരാണ്, ഒരാൾ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു പരിചയമുണ്ട് നമുക്ക് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. പരിചയമുണ്ട്, ഈ ഫിഗർ അറിയാം നമുക്ക്. പക്ഷെ ഒരു ഫിഗർ വലതുവശത്ത് കിടക്കുന്ന ഫിഗർ ജോൺ മരിയ വിയാനിയാണ്. അത് കട്ടൻ്റെ ഫിഗറാണ്. മറ്റേ ഫിഗർ വ്യക്തമല്ല, പക്ഷെ പരിചയമുണ്ട്. ഓർമ്മയിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ കൈ വായിന്ന് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു ബോധം വേറെ രീതിയിൽ മറിഞ്ഞു പോയിട്ട് ഞാൻ ശ്വാസം എടുത്തും അടക്കിയും പിടിച്ചും എനിക്ക് വല്ലാത്ത പരിഭ്രമമായിട്ട് ഞാൻ ചാടി പുറത്ത് വീണു. അപ്പോൾ ഒരു 3 മണിയാണെങ്കിൽ 5 മണിയുടെ ഒരു വെളുപ്പാണുള്ളത്. ആ ഇരുണ്ട വെളുപ്പിലൂടെ ഞാൻ ഭ്രാന്തി പിടിച്ച പോലെ ഓടി കിഴക്കോട്ടാണ് ഓടണമെന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു സമുദ്രം പോലൊരു സംഭവമാണ്. അത് നൈൽ നദിയോ എന്തോ കടലോ ആണ്. അപ്പോൾ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന ഒരു ത്രസിപ്പിൽ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. കാര്യം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉന്മാദമായിപ്പോയി. നമുക്കൊരിക്കലും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് അത്രയും ഇമോഷണലായിട്ട് ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. ഈജിപ്തിൽ വെച്ച് ഞാൻ വല്ലാതെ അങ്ങ് ഇമോഷണലായിട്ട് ഡിസ്റ്റർബ്ഡായിപ്പോയി. കാര്യം വെള്ളത്തിലൂടെ ഞാൻ ചാടി, ഞാൻ നടന്ന് അപ്പോഴിങ്ങനെ കടലിങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. ഞാനൊരു തുടയപ്പം വെള്ളമായപ്പോൾ തന്നെ ഞാൻ ഓർത്ത് പേടിച്ചു പോയി. വിജയകുമാർ എൻ്റെ മുറി കിടപ്പുണ്ട്, അടുത്ത മുറിയിലാണ് കിടക്കേണ്ടത്. അയാൾക്ക് അറിയത്തില്ല ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന കാര്യം. ഇപ്പോൾ വല്ല ചൊറകോ ചിമിങ്ങലോ വല്ല ഞൊട്ടിയാ എന്ന് ചോദിച്ചാൽ വിഴുകിക്കളവില്ല, പിന്നെ പിടികിട്ടത്തുമില്ല. അവർക്ക് ശരിക്കും സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ല വരും. അപ്പോൾ ഞാൻ കൊണ്ട് പേടിച്ച് ഞാൻ ചാടിക്കരക്ക് വീണ് അവിടെ കിടന്ന് അണച്ച് പിന്നെ ഒരു കണക്കിന് വേച്ച് എൻ്റെ മുറിയിലോട്ട് വന്ന് പിന്നെ എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയില്ല. 8 മണിയായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വിജയകുമാരോട് പറഞ്ഞ് ഇന്നലെ രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. പുള്ളിക്ക് ഇങ്ങനെ സങ്കടമായി. കാര്യം എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ച ആളാണ്. പുള്ളിക്ക് അമ്മ കണ്ടില്ല, അതുകൊണ്ട് പുള്ളിയുള്ള ഒരു സങ്കടമാണ്. പക്ഷെ എനിക്ക് വേറൊരു സംഭവം അറിയാമായിരുന്നു. ആ വായി കൈയിട്ടതിന് എന്തോ ഒരു എന്തോ ഒരു മെസ്സേജ് ഉണ്ടെന്നറിയാമായിരുന്നു. അപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളി ഇരിക്കുകയാണ്. ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാനതിൻ്റെ മേട ക്ലോസ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ കൊന്തയിടും. ഞാൻ എന്താണ് അമ്മേ രാത്രി സംഭവിച്ചത്, വായിൽ എന്താ കൈയിട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴാണ് അവരുടെ പ്രസംഗങ്ങളെ അവൻ്റെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇന്നീ കാണുന്ന അടയാളങ്ങളെല്ലാം എന്താ സംഭവം, അന്ന് നടന്ന 2011 നടന്ന സംഭവമാണ്.
അപ്പോൾ ഈ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഈ കൃപാസനം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. വല്ലാത്ത രീതിയിൽ മാറാൻ തുടങ്ങിയ അടയാളങ്ങളോടുകൂടി തന്നെ ആൾക്കാർക്ക് ദൈവത്തെ അനുഭവിക്കുന്നൊരു ഇടമായിട്ടിത് മാറി. അത് അങ്ങനെ മാറിയതല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറായി ട്രാൻസ്ഫർ ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പള്ളിയിലേക്ക് ഞാൻ വന്ന് സക്രാരി ചാർജ് എടുക്കാൻ വേണ്ടി സക്രാരി തുറന്ന് സക്രാരി പൂട്ടി. അപ്പോൾ കപ്പേര് പറയും ഇനി മധ്യസ്ഥ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ മധ്യസ്ഥനടുത്ത് പ്രാർത്ഥിക്കാൻ രൂപക്കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഈജിപ്തിൽ വെച്ച് എൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്, അതേ രൂപമാണ് ഈ രൂപക്കൂട്ടി ഇരിക്കുന്നത്. ഞാനിപ്പം നിങ്ങളോട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയല്ല. ഇനിയും നിങ്ങൾക്ക് നേരം വെളുക്കണം. കാര്യം ഓരോ മതക്കാരും ഓരോ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിശ്വാസമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ? ടേക്ക് ദ ബെഡപ്പോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 തുല്യം ചൊല്ലില്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലില്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു. നിയമാവർത്തനം. ചേട്ടാ എല്ലാം കൂടെ 49 അല്ലേ? അതേ മോളെ, ബാക്കി വരുന്ന 1 രൂപയ്ക്ക് മിഠായി തരട്ടെ? വേണ്ട ചേട്ടാ, എനിക്ക് ആ 1 രൂപ തന്നെ വേണം. അതിലൂടെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളതാ. 1 രൂപയ്ക്ക് ഇംഗ്ലീഷോ? അത് എങ്ങനെ? മൈസിവിയിൽ ഇപ്പോ 1 രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മൈസിവി ആപ്പോ? അതെന്തുവാ? മൈസിവി ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പാണ്. ഇതിൽ AI ആണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. തെറ്റുകളൊക്കെ അപ്പപ്പോ തന്നെ പറഞ്ഞു തരും. AI ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ആരും കളിയാക്കാനും പോകുന്നില്ല. എന്നാലും മോളെ, ഈ AIയിൽ എങ്ങനെ വിശ്വസിക്കും? ചേട്ടാ, ഇപ്പൊ തന്നെ 50 ലക്ഷം ആളുകൾ മൈസിവി ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പാണ് മൈസിവി. എനിക്കും ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമാണ് പ്രശ്നം. വെറും 15 മിനിറ്റ് മതി ഇതിൽ ഇംഗ്ലീഷ് പഠിക്കാൻ. ഇങ്ങനെ ഡെയിലി ഒരു 10-15 ദിവസം പഠിച്ചാൽ പുഷ്പം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം. നേരോ? എന്നാ ഇപ്പൊ തന്നെ ഞാൻ മൈസിവി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാം, അതും വെറും 1 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ മൈസിവി ആപ്പ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു നന്നായി കേട്ടോ മക്കളെ. ഇത്രയും വയസ്സായിട്ട് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവന് ബസ്സിൽ ഇടിയും കൊണ്ട് പോകേണ്ടി വരും. പക്ഷെ ഇന്ന് പഠിച്ചാലോ, നാളെ നിങ്ങൾക്ക് സ്വന്തം മെർസേഡീസിൽ കറങ്ങി നടന്ന് നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ചെലവാകുമെന്ന്, അല്ലെങ്കിൽ ഇതിനൊക്കെ എവിടെയാ സമയമെന്ന്. ഇതൊക്കെ വെറും എക്സ്ക്യൂസസ് ആണ്. കാരണം നിങ്ങൾക്ക് സൂപ്പർനോവയിൽ വെറും 9 രൂപയ്ക്ക് പഠിച്ചു തുടങ്ങാം. അതും ഈ പഠിപ്പിക്കുന്നത് വെറും റാൻഡം വീഡിയോസ് കാണിച്ചു തന്നിട്ടല്ല. സൂപ്പർനോവയിൽ നിങ്ങൾക്കൊരു AI ടീച്ചറിനെ കിട്ടും. അവർ മലയാളത്തിലൂടെ തന്നെ
പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയ ക്ലാസ്സസ് വഴി നല്ല ക്ലിയർ ആയി പഠിപ്പിച്ചു തരും. പഠിക്കാൻ ഇത്ര എളുപ്പമായതുകൊണ്ട് ദിവസവും ഒരു 10 to 15 മിനിറ്റ് മതി. നിങ്ങളുടെ ലേണിംഗ് നീഡ് എന്തു ആയിക്കോട്ടെ, നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടാനോ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഇംപ്രസ് ചെയ്യാനോ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഇവിടെ ഒരു പേടിയും ഇല്ലാതെ സംസാരിക്കാൻ പഠിക്കാം. ഈ ടീച്ചർ 24/7 നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ പിന്നെ സമയമില്ലാന്നൊരു കാരണം പറയാൻ പറ്റില്ലല്ലോ. സോ ഈ പുതുവർഷത്തിൽ വെറും 9 രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം അങ്ങ് സ്വന്തമാക്കൂ. ഇനി കാത്തിരിക്കേണ്ട, ഇന്ന് തന്നെ സൂപ്പർനോവ ഡൗൺലോഡ് ചെയ്യൂ. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത്രയും ദൈവം ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയണത് ആകണത് പറ്റും. പക്ഷെ അങ്ങനെയല്ല, അത് ആ അനുഭവം നമ്മളുടെ അവകാശമായിട്ട് അത് അനുഭവേദ്യമാകണം നമ്മൾക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചു കിട്ടിയില്ല, 2 ആഴ്ച പള്ളിയിൽ പോയി, 4 ആഴ്ച പോയില്ല, 2 ആഴ്ച കുടുംബപ്രാർത്ഥന പങ്കെടുത്ത്, 3 ആഴ്ച പങ്കെടുത്തില്ല, ഇങ്ങനെ പോലെ അലവലാതി വിശ്വാസികളായിട്ട് ഒരു കഥയുമില്ല. ശരിക്കും പറഞ്ഞ് ഈ ആൾക്കാർക്ക് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാര്യം കൈയിരിക്കുന്ന അലവലാതി തരം കൊണ്ടാണ്. അതായത് ഈ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ ഈ ബെഞ്ചമിൻ എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ബെഞ്ചമിൻ അയാളിങ്ങനെ മുടിയെല്ലാം വളർത്തി, ആരും വെട്ടിക്കൊടുക്കാനില്ലായിരുന്നു. അയാൾ ഞങ്ങളുടെ വഴികളിൽ കൂടി പോകുന്നത് കാണുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അയാളിങ്ങനെ ആടി 2 ചെവിട് മുമ്പോട്ട് വെക്കും. എന്നിട്ട് ഈ ബെഞ്ചും ഭ്രാന്തൻ പിന്നെ ആടി 4 ചെവിട് പുറകോട്ട് വെക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബെഞ്ചും ഭ്രാന്തനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ആധ്യാത്മികത ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ നടപ്പ് പോലെ 2 ആഴ്ച മുമ്പോട്ട് വെക്കും, 4 ആഴ്ച പുറകോട്ട് വെക്കും. അതാണ് വിഷയം. ഒരു മൂച്ചിന് പള്ളിയിലൊക്കെ പോകും, കുമ്പസാരമൊക്കെ ആയിട്ട് നടക്കും. ഒരു മൂച്ചിന് പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ റീൽസും കടങ്ങനെ ഇരിക്കും. അതാ കുടുംബ പ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ റീൽസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് നാളായി കഴിഞ്ഞാൽ അവിടെ കുഴപ്പം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഈ റിജക്റ്റ് ചെയ്യും, റിജക്ഷൻ പോയിൻ്റ് വരും. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് റിജക്ഷൻ. അതായത് ദൈവം ഇങ്ങനെ പതുങ്ങിയൊക്കെ കൂടെ നടന്നു വെച്ചും പെട്ടെന്നൊരു കാലത്ത് അവൻ ദേവാലയം വിട്ടുപോയെന്നല്ലേ പറയണത്. അത് നമ്മളെ വിട്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല, വിട്ടുപോകും. കാര്യം നമ്മുടെ ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ രീതിയിലുള്ള ആധ്യാത്മികതയാണല്ലോ. 2 ആഴ്ച മുമ്പോട്ടും 4 ആഴ്ച പുറകോട്ടുമായിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രാന്തിന് കൂടെ ദൈവം നടക്കത്തില്ല. പ്രാന്തിൻ്റെ വഴിക്കൂട്ട് വെച്ചും ദൈവം വിട്ടുപോയി കളയും. അതെപ്പോഴും നമ്മൾ വളരെ അപകടകരമായൊരു സ്ഥലമാണത്. പക്ഷെ നമ്മൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കർത്താവുമായിട്ട് ജീവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഉടമ്പടിയാണ്. കാര്യം എന്താ, ഉടമ്പടിയിൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 1000 കൊല്ലം ഇല്ലാത്ത ഉരുത്തിരിഞ്ഞ് വന്ന 1000 കൊല്ലം ഉരുത്തിരിഞ്ഞ് വന്നത് എന്താണ്? 12-ാം നൂറ്റാണ്ടിൽ ജപമാല വെളിപ്പെടുത്തിയെങ്കിലും 16-ാം നൂറ്റാണ്ട് തൊട്ടാണ് ജപമാല വളർന്ന് പ്രചരിച്ചത്. പക്ഷേ ജപമാല ആയാലും അതിൻ്റെ അകത്തുള്ളത് എന്താണ്? റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ലഭ്യമാകുന്ന കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. പക്ഷേ ബേസിക്കായിട്ട് പ്രാർത്ഥനയാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു കൊന്ത ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലണ പോലെ 1000 മണിയുടെ ജപമാല ചൊല്ലി, കൃപാസനത്തെ പണ്ട് ചൊല്ലിക്കൊണ്ടിരുന്ന 1000 മണി ജപമാലയാണ്. അത് 3 ദിവസം അടുപ്പിച്ച് 1000 മണി ജപമാല ചൊല്ലും.
3 ദിവസം അടുപ്പിച്ച് രാത്രി 22 മണിക്കൂർ 1000 മണി ജപമാല മാറി മാറി ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ലോക സുവിശേഷവൽക്കരണത്തിന്, അല്ലാതെ മകളെ കെട്ടിക്കാനും പിള്ളേരുണ്ടാകാനും അല്ല. ലോകത്ത് വിശ്വാസം കൈമാറാൻ വേണ്ടി 1000 മണി ജപമാല ആ കാണുന്ന അത്രയും സ്ഥലത്താണ് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് 2003 1000 മണി ജപമാലയില്ലേ, 3 ദിവസം അടുപ്പിച്ച്. അങ്ങനെ ഒരു സെക്ഷനിൽ ഒരു വർഷം മുഴുവനും ചൊല്ലി. ആ 2003 മൊത്തം ചൊല്ലി. 2003 ഒക്ടോബർ 25 വരെയാണ് ചൊല്ലിയത്. 2002 ഒക്ടോബർ തൊട്ട് 2003 ഒക്ടോബർ വരെയാണ് 25 വരെ ചൊല്ലി.